എൻ്റെ ഈശോയെ, ഈ എല്ലാവർക്കും കാണാൻ പാകത്തിന് ഈ ഭൂമിക്കടെ ഒന്ന് ഇറങ്ങി നടന്നാൽ എന്താ കുഴപ്പം? എല്ലാവരും നിന്നിൽ വിശ്വസിച്ചോളില്ലേ? ഈ രണ്ടാമത് വരെ വെറുതെ കാത്തിരിക്കേണ്ട ആവശ്യമുണ്ടോ മനുഷ്യൻ്റെ ക്ഷമയെ പരീക്ഷിക്കാനായിട്ട്? ഇതിലൂടെ അങ്ങ് ഇറങ്ങി നടന്നാൽ പോരെ? എല്ലാവരും ഈശോയിൽ വിശ്വസിക്കില്ലേ? മകനെ, ഞാൻ ഇന്നും എന്നും ഈ ഭൂമിയിലൂടെ നടക്കുന്നുണ്ട്, ചരിക്കുന്നുണ്ട്. ഈ ഭൂമിയിലുള്ള മറ്റെല്ലാത്തിനേക്കാളും വ്യക്തമായും ശക്തമായും ഞാൻ ഈ ഭൂമിയിലുണ്ട്. പക്ഷേ നിങ്ങളുടെ അകൃത്യങ്ങളാണ് നിങ്ങളെ എന്നിൽ നിന്നും മറയ്ക്കുന്നത്. ഈ പാപജീവിതം ഒന്ന് ഉപേക്ഷിച്ച് നോക്കിക്കേ. വിശുദ്ധിയിലോട്ടൊന്ന് വന്നേ. എൻ്റെ ശിഷ്യന്മാർ എന്നെ കണ്ടില്ലേ? എത്രയോ വിശുദ്ധന്മാർ എന്നെ കണ്ടിരിക്കുന്നു. ഇന്നും എത്രയോ പേർ എന്നെ ദിനംതോറും കാണുന്നു. പക്ഷെ നിങ്ങളുടെ വിശ്വാസമനുസരിച്ച് ചിലരൊക്കെ എന്നെ സക്രാരിയിൽ മാത്രം കാണാൻ ആഗ്രഹിക്കുന്നു, വിശ്വസിക്കുന്നു. അതനുസരിച്ച് ഞാൻ കാണപ്പെടുന്നു. ചിലരോ ഞങ്ങൾ സ്വർഗത്തിൽ പോകുമ്പോൾ കാണാമെന്ന് വിചാരിച്ച് അങ്ങനെ ചിന്തിക്കുന്നു. നിങ്ങളാണ്, നിങ്ങളുടെ ചിന്തകളാണ് നിങ്ങളെ എന്നിൽ നിന്നും മറയ്ക്കുന്നത്. എൻ്റെ സാന്നിധ്യത്തിലൂടെ ഉണ്ട്. വിശുദ്ധ ഫ്രാൻസിസ് അസീസി പുണ്യാളൻ എന്നെ കണ്ടില്ലേ? എല്ലാ ജാലങ്ങളിലും കണ്ടില്ലേ? എന്നെ ഏവർക്കും കാണാൻ പറ്റും. എന്നെ ഈ സക്രാരിക്കകത്തുവച്ച് പൂട്ടാതെ എന്നെ പുറത്തേക്കൊന്ന് കൊണ്ടുവരൂ. ജനഹൃദയങ്ങളിലാണ് ഞാൻ യഥാർത്ഥമായി വസിക്കുന്നത്. അവരാണ് എൻ്റെ യഥാർത്ഥ സക്രാരികൾ. ചിന്തകൾ മാറ്റൂ. യഥാർത്ഥ വിശ്വാസം എന്ന് പറയുന്നത് വിശുദ്ധിയിലാണ് അടങ്ങിയിരിക്കുന്നത്. അല്ലാതെ നിങ്ങളുടെ ഇഷ്ടമനുഷ്യരുടെ കുറേ പ്രാർത്ഥനകളിലോ ആചാര ചടങ്ങുകളിലോ അല്ല. മാറി ചിന്തിക്കൂ, ജീവിതത്തെ മാറ്റൂ. അപ്പോൾ നിങ്ങൾക്ക് എന്നെ കാണാൻ പറ്റും. നിങ്ങളുടെ ഉള്ളിൽ തന്നെ സ്വർഗരാജ്യം.